വേറെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല കപ്പയും കാന്താരി മുളക് അരച്ചതാണ്. അപ്പോൾ കപ്പ കിടക്കുന്നത് നമ്മുടെ പറമ്പിലാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പ ആദ്യം പറിച്ചെടുക്കാം ഇവിടെ നിന്ന്. അപ്പം ഞാൻ മണ്ണ് മാറ്റിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനത്തെ ഇവിടുന്ന് പറിക്കാം. അപ്പം നമ്മുടെ കപ്പ നമ്മൾ പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ശരിയാക്കാം. അപ്പം നമ്മുടെ കപ്പയെല്ലാം നമ്മൾ മണ്ണ് കളഞ്ഞ് കഴുകിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിനെ വട്ടം കണ്ടിച്ച് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഇനി അതാണ് അടുത്ത നമ്മുടെ ടാസ്ക്. അപ്പോൾ നമ്മുടെ കപ്പ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തരാണ്ട് അടിപൊളിയായിട്ട് എടുത്തു. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി പുഴുങ്ങിയെടുക്കാം. അപ്പം നമുക്ക് കപ്പയ്ക്ക് അരയ്ക്കാനുള്ള നമ്മുടെ കാന്താരി കിടക്കണതും പറമ്പിലാണ്. അപ്പോൾ നമുക്ക് കാന്താരി മുളക് ഇനി പറിച്ചെടുക്കാം കേട്ടോ. ബാ. നമ്മുടെ ചമ്മന്തിക്ക് അരയ്ക്കാനുള്ളത് മുളക് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചുമന്നുള്ളി, ഉപ്പ്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചുമന്നുള്ളി ഉപ്പും കൂട്ടിയിട്ട് നല്ലപോലെ അങ്ങനെ അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ, ഇത്തിരിയല്ല നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചോ, എരിയണ്ട. നല്ലപോലെ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ അങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ട് കപ്പ കൂട്ടി അങ്ങോട്ട് കഴിക്കുക. ഇനി നമുക്ക് അപ്പം നമ്മുടെ കാന്താരി മുളകിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ ഇട്ട് നമ്മളെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് വെള്ളം കോരി ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാണ്ട് കാന്താരി മുളകും ഈ ഉള്ളിയും ഉപ്പും കൂടിയിട്ട് നമുക്ക് അരയ്ക്കാം. അത് ഭംഗിയായിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കാന്താരി മുളക് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പ നമ്മളിത് പുഴുങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ കാന്താരി മുളകിൻ്റെ അകത്തേക്കാണ് ഒഴിച്ച് കണ്ട കഴിച്ചൊക്കെ അങ്ങനെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ നമുക്ക്? സൂപ്പർ. അപ്പോൾ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു സാധനമാണത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.